എല്ലാവർക്കും സോഫീസ് ആൻഡ് ആൽബിയൻസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 4 ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട്. 4 ഞാലിപ്പൂവൻ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4 ഏലക്ക. ഇതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി വേണം എനിക്ക്. പക്ഷേ ഇത് ഒറ്റയടിക്ക് അരച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ 250 ഗ്രാം നമ്മുടെ ശർക്കര ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരിച്ച് ഞാൻ നല്ല നീറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരയാൻ ആവശ്യമായിട്ടുള്ള പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 240 ml ഒരു കപ്പും അതിൻ്റെ തന്നെ ഒരു ഹാഫും കൂടി എടുക്കുക. കുറച്ച് ഏറെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുക്കുന്ന ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മറ്റേ തവി വെച്ച് എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. ഇത് ഞാൻ ഈസി പണിക്ക് വേണ്ടിയിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 സ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ശർക്കരപ്പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാവെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാട്ടോ, ഈ ഒരു ലൂസിലാണ് വേണ്ടിയത്. ഒരുപാട് ലൂസും ആവരുത്, തിക്കും ആവരുത്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഉണ്ണിയപ്പം മാവ് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് അപ്പറേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പറേ സൈഡ്. ഇനി നമുക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ബാക്കി മാവും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഉണ്ണിയപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്